ദേ നോക്കിയാ പാറു, ആ വായി നോക്കി നിന്ന് നിൽക്കുന്നുണ്ട്. അതിന് ഞാനെന്ത് വേണം? അങ്ങനെ എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നാലും കാണാനൊക്കെ കൊള്ളാം. ആ കട്ട താടിയും മീശയും മുഖത്തോട്ട് വീണ് കിടക്കുന്ന മുടി. അടിപൊളി. നിന്നെ കളഞ്ഞിട്ട് അയാൾക്ക് എന്നെ നോക്കിക്കൂടായിരുന്നോ? ഈ ഗോപ്പൻ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും. അങ്ങനെ എങ്ങനെ ഇരുന്നാലും നിനക്കെന്താ? നീ വരാൻ നോക്ക്. അത് തന്നെ, ആട്ടമുണ്ട്. സ്വാതി, നിനക്കിത് എന്തിൻ്റെ കേടാ? ഇതിപ്പോൾ പട്ടിയോട്ട് പുല്ല് തിന്നത്തൂല, പശുവിനോട്ട് കൊടുക്കത്തൂല്ല. ഈ പുല്ലേ പട്ടി നിന്റെ മറ്റവൻ. നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, നീ പോയി പറയൂ. വേണ്ട. എന്നിട്ട് ഞാൻ ശശിയാവനല്ലേ? നീ ഒന്ന് വരുമോ? കുറേ നേരമായി നനഞ്ഞ കോഴിയെപ്പോലെ. നീ നോയിക്കോടി. നീ അവനെ തന്നെ കെട്ടി അവനെ 4-5 പിള്ളേരെ, അല്ല 10-12 പിള്ളേരെയും പറ്റി നടക്കൂടി. നോയിക്കോ. സ്വാതിയാ പറയുന്നേ. ടീ അലവലാതി, നിനക്ക് കരിനാക്കൊന്നുമില്ലല്ലോ? ഏയ് പിന്നെ ഇല്ലാതെ. ഞാൻ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് നിനക്കറിയോ? നിന്റെ കണ്ടു തന്നെ അറിയാം. അയ്യോ, വെറുതെ തെണ്ടിയോട് സംസാരിക്കാൻ പോയി ഇനി അങ്ങനെ പോലെ നടക്കുമോ? ഏയ് നടക്കുവോ? അതേ കാന്താരി ഒന്ന് നിന്നേ. മനു പിന്നിൽ നിന്ന് വിളിച്ചു. പാറുവിന്റെ വരവ് കണ്ട് മാനു എന്ന മനു അവളുടെ അടുത്തേക്ക് വന്നു. ദേ വരുന്നു. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എന്താണോ ഇത്ര വൈകിയേ? ഞാൻ വൈകും, തനിക്കെന്താടോ? അയ്യേ, എൻ്റെ പാറൂട്ടിന് തന്നെ വർത്താനം പറയുന്നേ. ചേട്ടനിവിടെ കാത്തിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായി, അതും ഈ വെയിലത്ത്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കറുത്താലും നീ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യൂലേ? അയ്യടാ, എവിടുത്തെ ചേട്ടൻ? ഒന്ന് മാറൂ, എനിക്ക് പോണം. ഏയ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. എന്നാ ഇയാൾ ഇവിടെ നിന്ന് പറ, ഞാൻ പോട്ടെ. പാറു, നീ ഇങ്ങനെ ചങ്കി കൊള്ളണ വാക്കൊന്നും പറയാതെ. അല്ല, എന്നെന്തിനാ അങ്ങേരി ഇയാൾ അവനെന്നൊക്കെ വിളിക്കുന്നേ? മനുവേട്ടാന്ന് വിളിച്ചൂടെ? പോടാ പട്ടി. ഏട്ടാന്ന് വിളിക്കാൻ പറ്റിയ മോത കണ്ടേച്ചാലും മതി. എന്താ പാറൂട്ടി ഇത്? കുറച്ച് ബഹുമാനൊക്കെ ആവാട്ടോ. മാറടാ മുഴുവട്ട. അതേ, ഈ മുഴുവട്ടൻ്റെ അരവട്ടത്തിയാവാൻ നീ തയ്യാറാണെന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായി. ഞാനിങ്ങനെ പോരെ നിറഞ്ഞ് പോകത്തേ ഉള്ളൂ. മാറടാ അലവലാതി. ഇതിനൊക്കെയുള്ള എൻ്റെ പാറുവിൻ്റെ കെട്ട് വേണ്ടി ഞാൻ തരാട്ടോ. പോടാ. അല്ലടി, ഇത് എന്തൊക്കെയാ പറഞ്ഞേ? നിന്നെ ഇപ്പം മേപ്പോട്ട് എടുക്കുന്നു. ഒന്ന് വരുമോ നീ? അല്ല പാറു, ഇന്ന് നിന്റെ മുഴുവട്ടിനെ കണ്ടില്ലല്ലോ. ഇനി നിന്നെ കളഞ്ഞ് വേറെ വല്ല വട്ടത്തെയും തേടി പോയാവോ? സ്വാതി പോണി പോട്ടെ, എനിക്കെന്താ? അപ്പം നിനക്ക് സങ്കടമൊന്നുമില്ലടി? എന്തിന്? നീ വന്നേ. അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പാറുവിൻ്റെ ഉള്ളിലൊരു പിടിവലി തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ കുട്ടി പുറത്തോട്ട് കാണിക്കുന്നില്ലെന്ന് മാത്രം. ക്ലാസ്സിലിരിക്കുമ്പോഴും പാറുവിൻ്റെ മനസ്സ് അവിടെയൊന്നുമല്ലായിരുന്നു. ഇനി നാളെ നോക്കാം. ഇനി നാളെ വരുമോ? നോക്കാം. പാറു ആത്മ. പിറ്റേന്ന്, പാറുവേ, ഇന്നും ആളെ കണ്ടില്ലല്ലോ, എന്തു പറ്റിയോ ആവോ? ഇത് ഞാൻ പറഞ്ഞു തന്നെ. സ്വാതി, നിനക്കെന്താ? പോണി പോട്ടെ. ഇനി ഇതും പറഞ്ഞിട്ട് വന്നാലേ ഒലക്കെടുത്ത് അടിക്കും ഞാൻ. അതിന് നീ എന്നെ അതിനാ ദേഷ്യപ്പെടുന്നേ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ അമ്മോ, ഇനി ഞാനൊന്നും പറയുന്നില്ല, പോരെ? ഇന്ന് എന്താണാ വരാത്തെ? ഇനി ഇവള് പറഞ്ഞ പോലെ വല്ലതും? ഏയ്, ഞാൻ ആ കണ്ണുകൾ കണ്ടതാ എന്നോടുള്ള പ്രണയം. ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കൊല്ലും ഞാൻ ആ മുഴുവട്ടൻ്റെ അരവട്ടത്തിയായിട്ട് ഞാൻ മാത്രം മതി. നാളെയും കണ്ടിട്ട് വീട്ടിൽ പോയി നോക്കാം. അടുത്ത ദിവസം. പാറു, ദേ നിൽക്കുന്നതിൻ്റെ മുഴുവട്ടൻ. എവിടെ? ദോ നടന്നു വരുന്നു. ഒരു നിമിഷം ചുറ്റുള്ളതെല്ലാം മറന്ന് അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. മനുവേട്ടാ, എവിടെയായിരുന്നു? ഞാൻ എന്തോരം വിഷമിച്ചെന്നോ? ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഇതൊക്കെ കേട്ട് മനുവിൻ്റെ കിളിയൊക്കെ കൂടും കുടുക്കിയെടുത്ത് വിട്ടു. ഒന്നാമത് ചെക്കന് കിളിയൊന്നുമില്ല. പറഞ്ഞതിന് ശേഷമാണ് താൻ എന്താണ് പറഞ്ഞതെന്ന് അവൾക്ക് ഓർമ്മ വന്ന്. നാവ് കടിച്ചുകൊണ്ട് അവൾ അവനെ നോക്കി. മനു പോയ കിളിയൊക്കെ തിരിച്ചു പിടിച്ച് അവളെ നോക്കി. പാറു നോക്കുമ്പോൾ കള്ളച്ചിരിയുമായി മനു. ഈശ്വരാ, നശിപ്പിച്ചു. ഏയ്, എങ്ങോട്ടാ? അപ്പം ഇഷ്ടമാണല്ലേ? ഞാനൊന്ന് മാറിയപ്പോഴേക്കിൻ്റെ പാറൂട്ടിന് സങ്കടമായോ? പോട്ടെ, ഇപ്പം ഞാനിങ്ങ് വന്നല്ലോ. ഞാൻ പോയതേ നമുക്ക് വേണ്ടിയാ. ഇപ്പം എനിക്കൊരു ജോലി ശരിയായി, അതാ വരാഞ്ഞ്. അപ്പോൾ സങ്കടമൊക്കെ മാറിയോ? ഏയ് നിക്ക്, ഇവളിതെവിടെ? റോഡ് ക്രോസ് ചെയ്യാൻ പോയ മനുവിൻ്റെ നേരെ ഒരു കാറ് ചീറിപ്പാഞ്ഞു വന്നു. ചെക്കനാണെങ്കിൽ പാറുവിനെ തപ്പൻ തിരക്കിലായതുകൊണ്ട് അതൊട്ടും ശ്രദ്ധിച്ചുമില്ല. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അവനൊരു എത്തും പിടിയും കിട്ടിയില്ല. പെട്ടെന്ന് ആരാവനെ പിടിച്ചു വലിച്ച് മാറ്റി. അല്ലെങ്കിൽ റോഡിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വന്നേനെ. എൻ്റെ പാറു കെട്ടുന്നതിന് മുന്നേ വിധവയായി പോയേനെ. ആരെന്ന് നോക്കുന്നതിന് മുന്നേ അവൻ്റെ കർണം പുകയത്തക്ക വിധത്തിൽ ഒരു അടി കിട്ടിയിരുന്നു. ആരെന്ന് നോക്കിയ മനുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഇപ്പൊ താഴേക്ക് വീഴുമെന്ന അവസ്ഥ. ഡോ, തനിക്ക് കണ്ടൂടെ? റോഡെന്താ തൻ്റെ കുടുംബസ്വത്താണോ? വണ്ടി വരുന്ന കണ്ടിട്ട് താൻ അവിടെ എന്തെടുക്കായിരുന്നു? ഇത്രയും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടില്ലേ മുഴുവട്ടൻ. എൻ്റെ പാറൂട്ടാ, നിന്നെ തിരക്കുന്നിടയ്ക്ക് പെട്ടെന്ന് കാർ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് കത്തിയില്ല. അല്ല, ഈ സിനിമയിലൊക്കെ നായികയെ കാറടിക്കാൻ പോകുമ്പോൾ സാധാരണ നായകൻ വന്ന് രക്ഷിച്ച് ഇതുപോലെ ചെപ്പക്കടിക്കാറാ പതിവ്. ഇതിപ്പോൾ തിരിച്ചാണല്ലോ. എന്നെ അടിയോ പാറൂട്ട നീ അടിച്ചത്. നന്നായി വേദനയുണ്ട് കേട്ടോ. കണക്കായിപ്പോയി, മാറങ്ങോട്ട്. അവനെ മാറ്റി പാറു മുന്നിലേക്ക് നടന്നു. പെട്ടെന്ന് തിരിഞ്ഞെന്ന് പറഞ്ഞു. അതെ,
ഈ മുഴുവട്ടൻ്റെ അരവട്ടെത്തിയാവാൻ മനുവേട്ടൻ്റെ പാറുട്ടിനെ സമ്മതാട്ടോ. പോയി ചെക്കൻ്റെ ഉള്ള കിളിയും പാറി പറന്ന് പോയി. എന്തോന്ന്? ചെവിയേക്കമ്മേലേ, ഞാൻ പോവാ. ഇനി എന്താന്ന് വെച്ചാൽ വീട്ടിലൊന്ന് ചോദിക്ക്. ഐ ലവ് യു പാറൂട്ട. ദേ മനുവേട്ടാ, ഇവിടെ എന്തെടുക്കുക? ഞാൻ എത്ര നേരമായി വിളിക്കണു. ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും പ്രണയകഥ അച്ചൂസിനോട് പറയുക. മോളോടാണ് ഇതൊക്കെ പറയുന്നത്? 3 വയസ്സായ കുഞ്ഞാന്ന് വല്ല വിചാരമുണ്ടോ? വാവേ ഇതൊക്കെ അറിയട്ടെ നീ. അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. മുഴുവട്ടൻ അമ്മയ്ക്കാ വത്ത്, അച്ഛൻ പാവാ. കണ്ട, എൻ്റെ വാവ എൻ്റെ ഭാഗത്താ. അവൾക്കറിയാം ആർക്കാ വട്ടെന്ന്. പോടാ മുഴുവട്ട. ചവിട്ടിത്തുള്ളി പോവാൻ പോയ പാറുവിനെ മനു പിടിച്ചു നിർത്തി. അതെ, ഇങ്ങനെ ചാടിത്തുള്ളി എങ്ങോട്ടാ? 8 മാസമായി നിനക്ക് വല്ല ചിന്തയുണ്ടോ? നാളെ സ്വാതിയുടെ കല്യാണം. പോണോ? പിന്നെ പോവണ്ടേ? എന്നിട്ട് വേണം ആ തെണ്ടിക്ക് 2 പണി കൊടുക്കാൻ. അവളുടെ ഒടുക്കത്തെ കരിനാക്കാരനാ ഇങ്ങനെയൊക്കെ. എങ്ങനെയൊക്കെ? സ്വാതി പറഞ്ഞ പ്രാക്ക് പാറു മനുവിനോട് പറഞ്ഞു. അയ്യോ, എനിക്ക് വയ്യായി. ഏതായാലും ഞാൻ അതിനായിട്ട് ശ്രമിക്കാം. എന്നാൽ എൻ്റെ പാറൂട്ടൻ്റെ അവസ്ഥ ഓർക്കുമ്പോഴാ. പോ അവിടുന്ന്. ഏത് നേരത്താണാവും എൻ്റെ ഈശ്വര. പിണങ്ങാതെ പാറൂട്ടാ. അജൂസേ ഇങ്ങ് വാ. എൻ്റെ അച്ഛാ. ഒന്നുമില്ല, വാവാച്ചയുടെ മടിയിലേക്ക് വാ. ദേ കണ്ടോ, എൻ്റെ പാറുവിനെയും അച്ചൂസിനെയും വാവയും ഞാൻ ദാ ഇങ്ങനെ മുറുക്കി പിടിച്ചേം കേട്ടോ, ആർക്കും വിട്ടുകൊടുക്കാതെ. അവൻ്റെ കരവലയത്തേക്കാൾ എവിടെയാണ് അവർ ഇത്രത്തോളം സുരക്ഷിതമായിട്ടിരിക്കുക? ഇണക്കങ്ങളും പിണക്കങ്ങളുമായി മനു അവൻ്റെ പാറൂട്ടിനും മക്കളുമായി സന്തോഷമായിരിക്കട്ടെ.